Good morning, my dears. Today our next topic is work measurement. What is meant by work measurement? Work measurement is concerned with the determination of the amount of time required to perform a particular work. നമുക്കറിയാം വർക്ക് മെഷർമെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വർക്ക് മെഷർമെൻറ്റിലെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന സമയത്തെ മുൻകൂട്ടി കണക്കാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുക, വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. മിക്കവാറും നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ വലിയ വലിയ ഫാക്ടറീസൊക്കെയുള്ള വർക്കുകളെക്കുറിച്ച് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും അസസ് ചെയ്യാനും കഴിഞ്ഞിരിക്കണം. മുൻപ് പഠിച്ച പോലെ തന്നെ വർക്ക് മെഷർമെൻറ്റ് ഇങ്ങനെ വർക്ക് മെഷർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ വർക്ക് മെഷർമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് the time that given a task would you get performed by a qualified worker working at a defined level of performance. Defined level of performance എന്ന് പറയുന്നത് ദെൻ നമ്മളവിടെ ഒരു ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ആ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു സ്കിൽഡ് ലേബറെ സംബന്ധിച്ചിടത്തോളം, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബറിനെ സംബന്ധിച്ചിടത്തോളം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലേ. മുൻകൂട്ടി എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലേബർ മെഷർമെൻറ്റ് ഇതെല്ലാം കണക്കാക്കാനായിട്ട് നമുക്ക് വർക്ക് മെഷർമെൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് മെഷർമെൻറ്റ് എന്താണെന്നറിയാം. ദെൻ അതിൻ്റെ നീഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മുൻപ് പഠിച്ചിട്ടുള്ള പോലെ ദറ്റ് ഈസ് മാൻ പവർ പ്ലാനിങ്, എത്രമാത്രം ജോലിക്കാരെ നമുക്ക് ആവശ്യമുണ്ട്, പ്രൊഡക്ഷൻ പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കോസ്റ്റ് റിഡക്ഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ദെൻ പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്. അതായത് ശരിയായിട്ടുള്ള രീതിയിൽ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അതിന് കോസ്റ്റ് എത്രയാണെന്ന് കണക്കാക്കാനായിട്ട്, കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനായിട്ട്, പെർഫോമൻസ് അപ്രൈസൽസ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിന് നമ്മൾ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് വളരെ നന്നായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കർ ഉണ്ടായിരിക്കാം, ഇൻഎഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കർ ഉണ്ടായിരിക്കാം. ദെൻ അവിടെ എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, ഇതൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ടെക്നിക്സിലൂടെയാണ് ശരിക്കും ഒരു ഫോർകാസ്റ്റിംഗ് നടത്താനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കുന്നത്. മാൻ പവർ പ്ലാനിങ്, production planning, production scheduling, estimation of production cost, cost reduction technique, waste management, and there is a performance appraisal and training of employees. These are the important need and objectives of work measurement. അപ്പോൾ വർക്ക് മെഷർമെൻറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഫോർ വർക്ക് മെഷർമെൻറ്റ്. ഈ വർക്ക് മെഷർ ചെയ്യാനായിട്ട് ഏതൊക്കെ ടെക്നിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ. ഫസ്റ്റ് മെത്തേഡ് ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ. സെക്കൻഡ് മെത്തേഡ് ഈസ് PMTS, പ്രീ ഡിറ്റർമിൻഡ് ടെക്നിക്സിനെയാണ് നമ്മൾ PMTS എന്ന് പറയുന്നത്. PMTS. തേർഡ് വൺ ഈസ് ടൈം സ്റ്റഡി, സമയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പഠിക്കുന്ന മെത്തേഡിനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് വർക്ക് സാമ്പിളിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് മോഡൽസ്. ദെൻ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണ്? അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ, സെക്കൻഡ് വൺ ഈസ് PMTS, ദെൻ ടൈം സ്റ്റഡി, വർക്ക് സാമ്പിളിംഗ് ആൻഡ് മോഡൽസ്. അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ, PMTS, time study, work sampling and models. These are the different techniques for work measurement. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ദെൻ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സിലെ. ദെൻ അനലിറ്റിക്കൽ എസ്റ്റിമേഷനെ കുറിച്ചും PMTSനെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് യൂസ്ഡ് ടു മെഷർ വർക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദോസ് റിലേ ഓൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ വർക്ക്. ഒന്നുകിൽ നമുക്ക് വർക്ക് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ്. വർക്ക് മെഷർമെൻറ്റ് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ റിക്വയർഡ് ടൈം ഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സമയം മുൻകൂട്ടി കണക്കാക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക? വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ആ ജോലിയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക? വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുക. ഈ വർക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ techniques used to measurement of work, it may be classified into 2, that is direct observation method അതേപോലെ തന്നെ non direct observation method.
ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡുകൾ ഉപയോഗിക്കാം. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നോക്കി പഠിക്കുന്നതിനെയാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ദ ടെക്നിക് യൂസ്ഡ് ടു മെഷർ വർക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദോസ് ദാറ്റ് റിലേ ഓൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ വർക്ക്. ഡയറക്റ്റായിട്ട് നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദോസ് ദാറ്റ് ഡു നോട്ട്. ഒബ്സർവേഷൻ മെത്തേഡ് ഉപയോഗിക്കണോ അതോ ദെൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കണമെന്ന് ആലോചിക്കാം. സം ടെക്നിക്സ് സച്ച് ആസ് പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം ആൻഡ് ദ യൂസ് ഓഫ് സിന്തറ്റിക് സ്റ്റാൻഡേർഡ് ഡാറ്റ ക്യാൻ ബി പ്രൊവൈഡ് ടൈംസ് ഫോർ സിമുലേഷൻ ഈവൻ വിഷ്വലൈസേഷൻ ഓഫ് ദ വർക്ക്. Then, however, the data on which such techniques are based on almost certainly based on earlier observation of the work. ഇതിൽ 2 തരത്തിലുള്ള മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. വർക്ക് ഒബ്സർവേഷൻ മെത്തേഡ്സിൽ ഏതൊക്കെ 2 തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടെന്ന് പറയുന്നത്? ഒന്ന് ഡയറക്റ്റ് ഒബ്സർവേഷൻ മെത്തേഡും അതേപോലെ തന്നെ രണ്ടാമത് പറയുന്നത് നോൺ ഡയറക്റ്റ് മെത്തേഡും, അതായത് ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡുമാണ് നമ്മളതിൽ ഉപയോഗിക്കാറുള്ളത്. ദെൻ അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നുണ്ട് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ. അതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. PMTS എന്ന് പറയുന്നത് പ്രീഡിറ്റർമിൻ മോഷൻ ടൈം സിസ്റ്റം. ദാറ്റ് ഈസ് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ദെൻ ടൈം സ്റ്റഡി ഡയറക്റ്റ് മെത്തേഡാണ്. വർക്ക് സാമ്പിളിംഗ് ഡയറക്റ്റ് മെത്തേഡാണ്. മോഡൽസ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമുക്ക് വർക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേഷനിലെ ഫസ്റ്റ് മെത്തേഡിലെ ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ മെത്തേഡ്. Analytical estimation is a structured work measurement technique. A task is broken down into basic component operations elements. Then already പഠിച്ചിട്ടുണ്ട് what is meant by analytical estimation. Analytical estimation is used to for the fixing the standard time for jobs which are very long and repetitive nature. അപ്പോൾ then first method നമ്മൾ പറയുന്നത് analytical estimation method ആണ്. Analytical estimation method is used for fixing the standard time. ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഫോർ ജോബ്സ് വിച്ച് ആർ വെരി ലോങ് ആൻഡ് റിപ്പീറ്റേറ്റീവ്, അതായത് ദീർഘനേരം നീണ്ടു നിൽക്കുന്നതും ആവർത്തിച്ചു വരുന്നതുമായിട്ടുള്ള ജോലികളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ദെൻ ആ അനലിറ്റിക്കൽ എസ്റ്റിമേഷനിലെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ഈസ് എ സ്ട്രക്ചേർഡ് വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്. എ ടാസ്ക് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ബേസിക് കമ്പോണൻറ്റ് ഓപ്പറേഷൻസ് ഓഫ് എലിമെൻറ്റ്സ്. അതായത് ഒരു ജോലിയെ വ്യക്തമായിട്ട് പഠിക്കുകയും അതിനെ ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുകയും ചെയ്യുന്നു. ഈ സ്റ്റാൻഡേർഡ് ടൈംസ് ആർ അവൈലബിൾ ഫ്രം അനദർ സോഴ്സ്. ദീസ് ആർ അപ്ലൈഡ് ടു എലമെൻറ്റ്സ്. വേർ നോ സച്ച് ടൈംസ് ആർ അവൈലബിൾ ദേ ആർ എസ്റ്റിമേറ്റഡ് ഓൺ ദി ബേസ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ദ വർക്ക്. ഇവിടെ ദിസ് ടെക്നിക് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ വർക്ക് എൻവയോൺമെൻറ്റ് വെർ എ ലെങ്തി ടൈം ആൻഡ് അസോസിയേറ്റഡ് ഹൈ കോസ്റ്റ് ഇൻവോൾവ് ദ കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഇത് മുൻകൂട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ മെത്തേഡ്, നമ്മളതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്ര മാത്രം നിങ്ങളത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ഈസ് യൂസ്ഡ് ഫോർ fixing the standard time for jobs which are very long and repetitive in nature. അതായത് ജോലി വളരെയധികം നീണ്ടു നിൽക്കുന്നതും അതേപോലെ തന്നെ ആവർത്തിച്ചു വരുന്നതുമായിട്ടുള്ള ജോലികളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്കാണ് ഇത് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ predetermined motion time system. Predetermined motion time system is another important method for work measurement. Here normally their times are fixed for one job, namely normal, fast and very fast. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രീഡിറ്റർമിൻഡ് എന്ന് പറയുമ്പോൾ മുൻകൂട്ടി, ദെൻ അവിടെ മൂവ്മെൻറ്റ് ഓഫ് എ വർക്കർ, ഒരു വർക്കറുടെ മൂവ്മെൻറ്റ് പോലും വളരെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് ടൈം സെറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രീഡിറ്റർമിൻഡ് മോഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഹിയർ നോർമലി the times are fixed for one job, namely normal, fast and very fast. Then
ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കുന്ന ഇനി ഇത്രയും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ദെൻ തേർഡ് വൺ ഈസ് ടൈം സ്റ്റഡി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വാട്ട് ഈസ് മെൻ ബൈ ടൈം സ്റ്റഡി എന്നുള്ളതാണ്. ടൈം സ്റ്റഡി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഫോർ വർക്ക് മെഷർമെൻറ്റ്. വർക്ക് മെഷർ ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്സാണ് ഇത് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് സ്റ്റോപ്പ് വാച്ച് ആൻഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് സൈക്കിൾ റിപ്പീറ്റേറ്റീവ് ജോബ്. ടൈം സ്റ്റഡി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ്. വർക്ക് മെഷർമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഇത് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ടൈം സ്റ്റഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം സ്റ്റഡിയിൽ ഇറ്റ് ഈസ് യൂസ്ഡ് സ്റ്റോപ്പ് വാച്ച്. ഇവിടെ സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് സ്റ്റോപ്പ് വാച്ച്. It is used stopwatch and it is best suited for stopwatch and it is best suited for short cycle and repetitive work. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നത് സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് സൈക്കിൾ ആൻഡ് റിപ്പീറ്റേറ്റീവ് വർക്ക്. ആവർത്തിച്ച് വരുന്ന വർക്കുകളെക്കുറിച്ച് റിപ്പീറ്റേറ്റീവ് വർക്കുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളവിടെ വർക്ക് മെഷർമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ടൈം സ്റ്റഡി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ജനറലി യൂസ്ഡ് ഫോർ വർക്ക് മെഷർമെൻറ്റ്. ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് പ്രോസസ് ഓഫ് ഡയറക്ട്ലി ഒബ്സർവിംഗ് and measuring human work using timing device like a stopwatch in order to establish the time required for completion of the work by a qualified worker when working at a defined level of performance. The basic procedure of systematic work measurement or time study consists of analysis. ഈ ടൈം സ്റ്റഡി മെത്തേഡ് പ്രകാരം ടൈം സ്റ്റഡി മെത്തേഡിൽ then in this techniques time study it is used stopwatch and it is best suited for short cycle and repetitive work. Then what are the procedure for time study? ടൈം സ്റ്റഡി നമുക്ക് എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം. വാട്ട് ആർ ദി പ്രൊസീജിയർ ഇൻവോൾവ്ഡ് ഇൻ ടൈം സ്റ്റഡി? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് analysis of the work into small easily measurable components or elements. എങ്ങനെയാണ് അനാലിസിസ്? ആദ്യം നമ്മൾ ജോലിയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും. അതിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. then first one is analysis of the work into small easily measurable component or elements. easily measurable നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതും easily measurable components or elements അതിനെയാണ് നമ്മൾ എന്താ പറയുക അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോലിയെക്കുറിച്ച് അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന പ്രൊസീജിയറിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ദ വർക്ക്. ജോലിയെ വ്യക്തമായിട്ട് പഠിക്കുക, അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡിൽ മെഷർമെൻറ്റ് ഓഫ് ദോസ് കമ്പോണൻറ്റ്. ദെൻ അതിനാവശ്യമായിട്ടുള്ള കമ്പോണൻസ് അത് മെഷർ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് സെക്കൻഡ് പ്രോസസ്സിൽ പറയുന്നത് മെഷർമെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് അനാലിസിസ്, second one is measurement and third one is synthesis. Synthesisile from those measured components to arrive at a time for the complete job. Then that is a second method, that is synthesis. Synthesis എന്ന് പറയുന്ന വേറൊരു ടെക്നിക്സ് കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വേറൊരു പ്രോസസ്സ് കൂടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് അനാലിസിസ്, second process is measurement and third one is synthesis. From those measured components to arrive at a time for the complete job. Then fourth one is work sampling. And then fourth technique is work sampling. Then work sampling, here workers are observed many times at random. Sampling എന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന പോപ്പുലേഷൻ നമ്മളെടുക്കുന്ന ചില ക്രൈറ്റീരിയാസ് ആണ് അവിടെ സാമ്പിൾ എന്ന് പറയുന്നത്. ഹിയർ വർക്കേഴ്സ് ആർ ഒബ്സർവ്ഡ് മെനി ടൈം അറ്റ് റാൻഡം. ഹിയർ then then analytical estimation, then predetermined motion time system. Third one is time study.
Then fourth one is work sampling. Work sampling എന്താ പറയുക? That is work sampling. Here workers are observed. Here workers are workers are observed many time at random. നമ്മൾ ഉപയോഗിക്കുന്ന one of the another techniques വർക്ക് സാമ്പിളിങ്ങിൽ ഹിയർ വർക്കേഴ്സ് ആർ ഒബ്സർവ്ഡ് മെനി ടൈം. വർക്കേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. ഹിയർ വർക്കേഴ്സ് ആർ ഒബ്സർവ്ഡ് മെനി ടൈം അറ്റ് റാൻഡം ബേസിൽ വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്താ പറയുക? വർക്ക് സാമ്പിളിംഗ് എന്ന് പറയാം. ഇനി വർക്ക് സാമ്പിളിങ്ങിലൂടെ നമുക്ക് എങ്ങനെയാണ് വർക്ക് മെഷർ ചെയ്യാം എന്നുള്ളത് നോക്കാം. Then work sampling is another useful technique for work study. It is a statistically based technique utilized for analyzing the work performance and machine utilization by direct observation, but without a stopwatch. അതായത് സ്റ്റോപ്പ് വാച്ചിൻ്റെ സഹായത്തോടെ അല്ലാതെ എന്ത് ചെയ്യാണ്? വർക്ക് സാമ്പിളിങ്ങിലെ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ടെക്നിക്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണ്. നമുക്ക് സാമ്പിൾ എന്ന് പറയുന്നതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കലി ഒബ്സർവ് ടെക്നിക് യൂട്ടിലൈസ്ഡ് ഫോർ അനലൈസിങ് ദ വർക്ക് performance and machine utilization by direct method, but without a stopwatch. Work sampling is a method in which a large number of instantaneous observations are made at a random time intervals over a period of time or a group of machines, workers or processes or operations. അവിടെ നമ്മൾ പറയുന്നത് വർക്ക് സാമ്പിളിംഗ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റാൻറ്റിയസ് ഒബ്സർവേഷൻ. വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഒബ്സർവേഷനിലൂടെ വർക്ക് സാമ്പിളിംഗ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റാൻറ്റിയസ് ഒബ്സർവേഷൻ ആർ മെയ്ഡ് അറ്റ് റാൻഡം ടൈം ഇൻ്റർവെൽ. ഒരു ചെറിയ ഇടവേളകൾക്കനുസരിച്ച് നമ്മൾ എടുക്കുന്നതാണ് അവിടെ പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റാൻറ്റിയസ് ഒബ്സർവേഷൻ ആർ മെയ്ഡ് അറ്റ് റാൻഡം ടൈം ഇൻ്റർവെൽസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓർ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്, വർക്കേഴ്സ് ഓർ പ്രോസസ്സസ് ഓപ്പറേഷൻ. അതായത് പലപ്പോഴായിട്ട് പെട്ടെന്ന് എടുക്കുന്ന ഒബ്സർവേഷൻ സാമ്പിൾ എടുക്കുകയാണ്. ദെൻ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എത്ര സമയമായിട്ടുണ്ട്, ഈ മെഷീൻ്റെ പ്രവർത്തനത്തിന് എത്ര സമയം വേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു സാമ്പിൾ എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഏതിലൂടെ? വർക്ക് സാമ്പിളിംഗ് മെത്തേഡിലൂടെ. അങ്ങനെ നമുക്ക് വർക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരൊറ്റ സ്റ്റിച്ചിൽ ഒരൊറ്റ ഇതിൽ ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കുന്നതാണ് ഈ ടെക്നിക്സാണ് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് സാമ്പിളിംഗ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റാൻറ്റനസ് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് അറ്റ് എ റാൻഡം ടൈം ഇൻ്റർവെൽസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓർ എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്, വർക്കേഴ്സ് ഓർ പ്രോസസ്സസ് ഓപ്പറേഷൻസ്. This technique randomly samples the work of one or more employees at a periodical intervals to determine the proportion of the total operation related to the particular activity. അവിടെ പറയുന്നത് ദിസ് ടെക്നിക്സ് റാൻഡംലി സാമ്പിൾസ് ദ വർക്ക് ഓഫ് വൺ ഓർ മോർ എംപ്ലോയീസ് അറ്റ് എ പീരിയോഡിക് ഇൻ്റർവെൽ. ചില ഇടവേളകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ടെക്നിക് റാൻഡംലി സാമ്പിൾസ് ദ work of one or more employees at a periodic intervals to determine the proportion of the total operation related to one particular activity. These studies are frequently conducted to estimate the percentage of employees' time spent in activities such as unavoidable delays, repairing finished product from one operation, or supplying materials into operations. The result of these studies are commonly used to set allowances used in computing labor standards, in estimation of cost of certain activities, and in investigating work methods. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളൊരു വർക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് റോ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ, റോ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈകാര്യം ചെയ്യുകയോ അവിടെ ഉണ്ടാകാവുന്ന മെഷീനറീസിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ടൈമോ ഒക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് അത് റാൻഡംലി സെലക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സാണ് ഇത് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ വർക്ക് സാമ്പിളിംഗ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്നിക്സാണ്. ദിസ് ടെക്നിക്സ് റാൻഡംലി സാമ്പിൾസ് ദ വർക്ക് ഓഫ് വൺ ഓർ മോർ എംപ്ലോയീസ് അറ്റ് എ പീരിയോഡിക്
പിരിയോഡിക്. ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ മറ്റൊരു എംപ്ലോയിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നാം ചിലപ്പോൾ ഇന്നെടുത്തവരായിരിക്കില്ല. അപ്പോൾ സാധാരണ ഇതിൽ 1, 2, 3 സാമ്പിൾസ് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി എത്രമാത്രം സമയം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. These techniques randomly samples the work of one or more employees at a periodic intervals to determine the proportion of the total operation related to a particular activity. These studies are frequently conducted to estimate the percentage of employees' time spent in activities such as unavoidable delays, repairing finished products from one operation, or supplying material to an operation. The result of these studies are commonly used to set allowances used in computing labor standards. The result of these studies, അതായത് ഇത്തരത്തിലുള്ള the result of these studies are commonly used to set allowances used in computing labor standards, in estimating cost of certain activities, and it is investigating work method. Then next one is work sampling. Work sampling is a sampling method and depend upon the law of probability. പിന്നെ പറയുന്നത് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്ന ടെക്നിക്സ് ആണ്. വർക്ക് സാമ്പിളിംഗ് ഈസ് എ സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോ ഓഫ് പ്രോബബിലിറ്റി. A sample taken at a random from large population provides a good estimate of the distribution of the population. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് വർക്ക് സാമ്പിളിംഗ് ഈസ് എ സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലോ ഓഫ് പ്രോബബിലിറ്റി. ഈ സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ലോ ഓഫ് പ്രോബബിലിറ്റി. ലോ ഓഫ് പ്രോബബിലിറ്റി വെച്ചുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ദെൻ ലോ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ടെക്നിക്സ് ആണ്. നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 50 പേര് വർക്ക് ചെയ്യുന്നതിൽ 2 പേര് ഇത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരും ഇത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിനെയാണല്ലോ സാധിക്കും. ആ സാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ടെക്നിക്സ് എല്ലായ്പ്പോഴും ഏതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു? പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ വർക്ക് സാമ്പിളിങ്ങിലെ work sampling is a sampling method. Work sampling is a sampling method and depend upon the law of probability. A sample taken at a random from a large population provides good estimate of the distribution of the population. This technique is particularly useful to estimate the proportion of delays or idleness occurring in the enterprise, plant and distributing causes. ഈ മെത്തേഡിലൂടെ this technique is particularly useful to estimate the proportion of delays or idleness occurring in enterprise, plant and attributing the cause for it, such as power failure, input delays, machine cleaning, machine breakdowns and manpower idling. അതായത് പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഡിലേ ആവാം. അതായത് പലപ്പോഴും ചിലപ്പോൾ ഒരു ഐഡിൽ എംപ്ലോയീസിൻ്റെ അടുത്തുണ്ടാക്കാവുന്ന ഒരു ഐഡിൽ ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയിരിക്കാം, മാൻ പവർ ഐഡിലിംഗ് ആയിരിക്കാം, പിന്നെ അതേപോലെ തന്നെ പവർ ഫെയിലിയർ ഉണ്ടായിരിക്കാം, ഇൻപുട്ട് ഡിലേസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ടൈമിൽ പലതരത്തിലുള്ള ഡിലേസ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഡിലേസ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് ഡിലേ വരാൻ സാധ്യതയുള്ളത്? ദെൻ അവിടെ മാൻ പവർ ഐഡിലിംഗ്, അതായത് പണിയെടുക്കുമ്പോൾ ദെൻ അത്തരത്തിലുണ്ടാകാവുന്ന വ്യത്യാസങ്ങളുണ്ടാവാം. ദെൻ മാൻ പവർ ഐഡിലിംഗ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുക്കാം. ദറ്റ് ഈസ് മാൻ പവർ ഐഡിലിംഗ്. ദെൻ പവർ ഫെയിലുവർ, ഇൻപുട്ട് ഡിലേസ്, ഇതൊക്കെ നമുക്കവിടെ സംഭവിക്കാറുണ്ട്. To make it clear, let us take an example. A worker while working during his shift either does a job assigned to him or remains idle for one or the other reasons. Out of the total 50 observations, there were 45 observations and 5 idle observations. So the idle time percentage would be 5/50 into 100, that is 10%, and working time would be 45 divided by 50 into 100. അതായത് നമുക്ക് ഇത്തരത്തിൽ കണക്കാക്കണമെങ്കിൽ ടോട്ടൽ കാൽക്കുലേഷനിൽ ഒരു 90% എക്സാക്റ്റ് വർക്കിംഗ് ആണെന്നും അതേപോലെ തന്നെ 10% നമുക്കൊരു ഐഡിൽ ടൈമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് 1 worker for a shift for 8 hours a day and indicate that the operator and idle for 10% 48 minutes in a shift for 8 hours. And then while working for 90% 432 minutes is one shift. അതായത്
ഒരു 8 മണിക്കൂർ നമ്മൾ ജോലി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു 48 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ഐഡിൽ കപ്പാസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം. ബാക്കിയുള്ളതാണ് അവിടെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്ക് സാമ്പിളിങ്. വർക്ക് സാമ്പിളിങ് എന്ന് പറയുന്ന ടെക്നിക്ക് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. വളരെ ഈസി ആയിട്ട് വർക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. മൊത്തം എംപ്ലോയീസിൽ നിന്ന് അല്ലെങ്കിൽ ആ വർക്കിനെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന നമ്മൾ പറഞ്ഞു പെട്ടെന്ന് എടുക്കുന്ന ഒരു ഇൻസ്റ്റാൻറ്റിയസ് ഒബ്സർവേഷൻസിലൂടെയാണ് നമ്മൾ എന്ത് കണക്കാക്കുക, വർക്കേഴ്സ് നമ്മൾ എടുക്കുന്നത്. ദെൻ ഇൻസ്റ്റാൻറ്റിയസ് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് അറ്റ് എ റാൻഡം ടൈം ഇൻ്റർവെൽസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓർ എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്. ഇങ്ങനെയാണ് നമുക്കവിടെ ചെയ്യാനായിട്ട് സാധിക്കുക. ടു മേക്ക് ഇറ്റ് ക്ലിയർ, ദെൻ നമ്മളൊരു എക്സാമ്പിളിലൂടെ നമ്മളത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. 8 അവേഴ്സിലെ ദെൻ 48 മിനിറ്റ്സ് ഏകദേശം ഒരു ഐഡിൽ കപ്പാസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ബാക്കിയുള്ളതാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ദെൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ കണ്ടക്ടിങ് എ വർക്ക് സാമ്പിളിംഗ് സ്റ്റഡി. ഞാൻ അതിൽ ഇവിടെ പറയുന്നത് വർക്ക് സാമ്പിളിംഗ് ടെക്നിക്സിൽ വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ വർക്ക് സാമ്പിളിംഗ് ടെക്നിക്സ്. ഏതൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കണ്ടക്ടിങ് എ വർക്ക് സാമ്പിളിംഗ് സ്റ്റഡി, ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് ആക്ടിവിറ്റി ഓർ ആക്ടിവിറ്റി ദാറ്റ് ആർ ദ മെയിൻ പർപ്പസ് ഫോർ ദി സ്റ്റഡി. Then determine the percentage of time that equipment is working idle or under repair. കണ്ടോ, അവിടെ നമ്മൾ മനസ്സിലായി ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് ആക്ടിവിറ്റി. ആദ്യം നമ്മൾ ആ സ്പെസിഫിക് ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുകയും ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് ആക്ടിവിറ്റി ഓർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ദ മെയിൻ പർപ്പസ് ഓഫ് ദ സ്റ്റഡി. ഇത് ഈ ആക്ടിവിറ്റീസാണ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ദ മെയിൻ പർപ്പസ് ഓഫ് ദ സ്റ്റഡി. ഡിറ്റർമിൻ ദ പെർസെൻറ്റേജ് ഓഫ് ടൈം ദാറ്റ് ആർ equipment is working idle or under repair. Then second one പറയുന്നത് ഏതൊക്കെ ആക്ടിവിറ്റി ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് തരംതിരിക്കുക. ദെൻ എസ്റ്റിമേറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ടൈം ദ ആക്ടിവിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ടോട്ടൽ ടൈം. എക്യുപ്മെൻറ്റ് ഈസ് വർക്കിംഗ് 75% ഓഫ് ദ ടൈം. അതിൽ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എത്ര ടൈമാണെന്ന് ഒബ്സർവ് ചെയ്യുക. സ്റ്റേറ്റ് ദ ഡിസൈഡ് ആക്യുറസി ഇൻ സ്റ്റഡി റിസൾട്ട്. സ്റ്റഡി റിസൾട്ട് ആക്യുറേറ്റ് ആണോ എന്ന് കൂടെ ഒന്ന് കൺഫേം ചെയ്യുക. റീകമ്പ്യൂട്ടഡ് ദ റിക്വയർഡ് സാമ്പിൾ സൈസ് യൂസിങ് ദ ഡാറ്റ കളക്റ്റഡ് സോ ഫാർ 2 or more 3 ഇൻ്റർവെൽസ് ഡ്യൂറിങ് ദ സ്റ്റഡി പീരീഡ്. അപ്പോൾ ഒരു സാമ്പിൾ എടുത്ത് നമ്മളൊരു ഒബ്സർവേഷനിലെത്തി. അതിനുശേഷം ഈ സ്റ്റഡി പീരീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വേറൊരു തരത്തിലൊരു ഒബ്സർവേഷനും കൂടി എടുത്ത് അതിന് എത്ര സമയമാവും എന്നുകൂടെ നമ്മൾ കണക്കാക്കുക. അങ്ങനെ പലപ്പോഴായിട്ട് പല സ്റ്റെപ്പുകളിലൂടെ 2-3 ഒബ്സർവേഷൻസിലൂടെയാണ് നമുക്കത് ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് റീകമ്പ്യൂട്ടഡ് ദ റിക്വയർഡ് sample size using the data collected so far to 2 or 3 intervals during the study period. The number of observations are to be taken in work sampling studies usually divided equally the study period. Work sampling is less expensive than time study. Time studyയേക്കാളും വളരെ എക്സ്പെൻസ് കുറഞ്ഞിരിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ലെസ് ആക്യുറസി. ഇത് ആക്യുറേറ്റ് അല്ല, ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ലെസ് ആക്യുറസി. വർക്ക് സാമ്പിളിംഗ് ഈസ് യൂഷ്വലി സ്യൂട്ടബിൾ വെൻ many workers perform a single operation that is spread out over a large geographical area. അവിടെ നെക്സ്റ്റ് പറയുന്നത് വർക്ക് സാമ്പിളിംഗ് ഈസ് യൂഷ്വലി സ്യൂട്ടബിൾ വെൻ മെനി വർക്കേഴ്സ് പെർഫോം സിംഗിൾ ഓപ്പറേഷൻസ് ദറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട് ഓഫ് എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. അതായത് ഈ വർക്ക് സാമ്പിളിംഗ് ടെക്നിക്സ് സാധാരണ യൂസ് ചെയ്യപ്പെടുന്നത് വർക്ക് സാമ്പിളിംഗ് ഈസ് യൂഷ്വലി സ്യൂട്ടബിൾ വെൻ മെനി വർക്കേഴ്സ് പെർഫോം എ സിംഗിൾ ഓപ്പറേഷൻ. ഒരു സിംഗിൾ ഓപ്പറേഷൻസിൽ ഒരുപാട് ജോലിക്കാർ വർക്ക് ചെയ്യുകയും ദറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട് ഓവർ എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരുപാട് ഏരിയകളിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്ഷൻസിലും എത്ര സമയം എടുത്തുകൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് കൂടിയാണ്. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിംഗിൾ ഒബ്സർവർ ക്യാൻ കണ്ടക്ട് സെവറൽ വർക്ക് സാമ്പിളിംഗ് സ്റ്റഡീസ് സൈമൾട്ടേനിയസ്ലി. The observer need not be trained analyst unless the purpose of the study is to determine a time standard. No timing device are required. Work for a long cycle time may be studied within a short period. Then what are the advantages? ഇത്തരത്തിലുള്ള വർക്ക് സാമ്പിളിംഗ് മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ്. അഡ്വാൻറ്റേജസിലെ ഫസ്റ്റ് വൺ ഈസ്
A single observer can conduct several work sampling studies simultaneously. ഒരു ഒബ്സർവർക്ക് എ സിംഗിൾ ഒബ്സർവർ ക്യാൻ കണ്ടക്ട് സെവറൽ വർക്ക് സാമ്പിളിംഗ് സ്റ്റഡീസ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം പലതരത്തിലുള്ള വർക്ക് സ്റ്റഡീസും ഒരേ സമയം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എ സിംഗിൾ ഒബ്സർവർ ക്യാൻ കണ്ടക്ട് സെവറൽ വർക്ക് സാമ്പിളിംഗ് സ്റ്റഡീസ് സൈമൾട്ടേനിയസ്ലി. സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത് ദ ഒബ്സർവർ നീഡ് നോട്ട് ബി ട്രെയിൻഡ് analyst unless the purpose of the study is to be determine a time study standard. രണ്ടാമത് പറയുന്നത് ദ ഒബ്സർവർ നീഡ് നോട്ട് ബി ട്രെയിൻഡ് അനലിസ്റ്റ്. ഈ ഒബ്സർവർ എന്ന് പറയുന്നത് ഒരു ട്രെയിൻഡ് അനലിസ്റ്റ് ആയിക്കൊള്ളുന്നില്ല. ദ ഒബ്സർവർ നീഡ് നോട്ട് ബി ട്രെയിൻഡ് അനലിസ്റ്റ് അൺലെസ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി ഈസ് ടു ഡിറ്റർമിൻ ദ ടൈം സ്റ്റാൻഡേർഡ്. ദെൻ തേർഡ് വൺ ഈസ് നോ ടൈമിംഗ് ഡിവൈസസ് ആർ റിക്വയർഡ്. അത്തരത്തിലുള്ള ഒരു ടൈമിംഗ് ഡിവൈസും ഉപയോഗിക്കുന്നില്ല. വർക്ക് ഫോർ എ ലോങ് സൈക്കിൾ ടൈം മേ ബി സ്റ്റഡിഡ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. It minimizes the effect of short period variation since the duration of the study is longer. The study may be temporarily delayed at any time with a little effect. These are the advantages of work sampling techniques. Then last one is that is models. Then fifth one is models. Then models le endana model ennu nokam. Models a most useful method for standard work measurement is computer models. ഏതാണ് most useful method for standard work measurement is computer models. These are generated as mathematical formula in which the observed data are inserted to compile a time for completion of the task or project. It is useful method for recycling time standard for elements of basic work over and over again, only changing the values of the variables to suit each project. That is, it is uses the past performance standard. എപ്പോഴും ഇവിടെ മോഡൽസ് എന്ന് പറയുന്നത് മോഡൽസ് ഈസ് എ പാസ്റ്റ് ബേസ്ഡ് പെർഫോമൻസ് മോഡൽ. പാസ്റ്റ് ബേസ്ഡ് പെർഫോമൻസ് മോഡൽ. പാസ്റ്റ് ബേസ്ഡ് പെർഫോമൻസ് മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുക, ദെൻ മോഡൽ സ്റ്റഡി എന്ന് പറയുക. അപ്പോൾ മുൻപേ പഠിച്ചിരിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ദെൻ മോഡൽ എന്ന് പറയുന്നത്. ആ മോഡൽ നോക്കിയിട്ട് അതുപോലെ ആയിരിക്കും ഈ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് മോസ്റ്റ് യൂസ്ഫുൾ മെത്തേഡ് ഫോർ സ്റ്റാൻഡേർഡ് വർക്ക് മെഷർമെൻറ്റ് ഈസ് കമ്പ്യൂട്ടർ മോഡൽസ്. ചില കമ്പ്യൂട്ടർ മോഡൽസിൻ്റെയൊക്കെ സഹായത്തോടുകൂടി വർക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്നതിനെയാണ് ആ മെത്തേഡ്സിനെയാണ് മോഡൽസ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ എ മോസ്റ്റ് യൂസ്ഫുൾ മെത്തേഡ് ഫോർ സ്റ്റാൻഡേർഡ് വർക്ക് മെഷർമെൻറ്റ് ഈസ് കമ്പ്യൂട്ടർ മോഡൽസ്. These are generated as mathematical formula in which the observed data are inserted to compile a time for completion of the task or project. It is useful method for recycling. ഇത് റീസൈക്ലിങ്ങിന് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് കൂടിയാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ മെത്തേഡ് ഫോർ റീസൈക്ലിംഗ് ടൈം സ്റ്റാൻഡേർഡ്സ് ഫോർ എലമെൻറ്റ്സ് ഓഫ് ബേസിക് വർക്ക് ഓവർ ആൻഡ് ഓവർ അഗെയിൻ, ഓൺലി ചേഞ്ചിങ് ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ടു സ്യൂട്ട് ഈച്ച് പ്രോജക്റ്റ്. ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇറ്റ് യൂസസ് ദ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ്. ദെൻ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് എടുക്കാനുള്ളത്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ വർക്ക് മെഷർമെൻറ്റ് ആൻഡ് വാട്ട് ആർ ദി ടെക്നിക്സ് ഫോർ വർക്ക് മെഷർമെൻറ്റ്. നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. വാട്ട് ഈസ് മെൻ ബൈ വർക്ക് മെഷർമെൻറ്റ്. ആൻഡ് ദെൻ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് work measurement is concerned with the determination of the amount of time required to complete the particular work. ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സമയത്തെ വ്യക്തമായിട്ട് പഠിക്കുന്നതിനെയാണ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊമോട്ടിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഈ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു ദ ഓർഗനൈസേഷൻ ഫോർ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ് ഇവിടെ ഇത് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾ ദ മാനേജ്മെൻറ്റ്, അത് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. It enabled the management that is it enabled the managementനെ സഹായിക്കുന്നു. It enabled the management to compare alternative methods and also used to initial staffing.
ഇനീഷ്യൽ, അതായത് ശരിക്കും മാനേജ്മെൻറ്റിനെ സഹായിക്കും, എത്രമാത്രം വർക്കേഴ്സ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സാണ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഈ വർക്ക് മെഷർമെൻറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദെൻ മാൻ പവർ പ്ലാനിങ്, കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ്, ദെൻ അതുപോലെ തന്നെ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് കോസ്റ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഇതിനൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യുന്നുണ്ട്, വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ എംപ്ലോയീസ് പെർഫോമൻസ് അപ്രൈസൽ, എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്താനായിട്ട് എല്ലാം നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റും എല്ലാം മനസ്സിലാക്കാനായിട്ട് വർക്ക് മെഷർമെൻറ്റ് മുൻകൂട്ടി വർക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, പെർഫോമൻസ് എഫിഷ്യൻസി, പെർഫോമൻസ് അപ്രൈസലിന് suitable ആണ്. It is helpful for price fixation. It is also helpful for initial stage manpower planning. These are the importance of work measurement. ഇങ്ങനെയൊക്കെ നമുക്ക് വർക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ഈ വർക്ക് മെഷർമെൻറ്റ് ഉണ്ടാകാവുന്ന ഏതൊക്കെ ടെക്നിക്സിലൂടെയാണ് നമുക്ക് വർക്ക് മെഷർമെൻറ്റ് നടത്താനായിട്ട് സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ, വർക്ക് മെഷർമെൻറ്റ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ വർക്ക് മെഷർമെൻറ്റ്. ദെൻ മെയിൻലി 5 ടെക്നിക്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് Predetermined motion time system, that is PMTS. Then next one is time study, then work sampling and models. Then first one is analytical estimation, second one is predetermined motion time system, and third one is time study, and fourth one is work sampling, and fifth one is models. Then analytical estimation, these are the important techniques used for work measurement. വർക്ക് മെഷർമെൻറ്റ് 2 തരത്തിലുള്ള മെത്തേഡ്സാണ് ഉപയോഗിക്കുക. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും, രണ്ടാമത് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഡയറക്റ്റ് മെത്തേഡാണ്. ദെൻ ടൈം സ്റ്റഡി എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ദാറ്റ് ഈസ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത് അത്തരത്തിലൊരു മെത്തേഡാണ്. വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നതും ഒരു മെത്തേഡാണ്. അപ്പോൾ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ, ടൈം സ്റ്റഡി ആൻഡ് വർക്ക് സാമ്പിളിംഗ്, these are the important direct measurement for direct techniques for work measurement. PMTS and models, these are the indirect method for work measurement. അപ്പോൾ ഈ 5 മെഷർമെൻറ്റിൽ നമുക്ക് ഏതാണെന്ന് മനസ്സിലായി. അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു മെഷർ ദ വർക്ക് എഫിഷ്യൻസി മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് വർക്ക് എന്ന് ചോദിക്കുമ്പോൾ ഹിയർ വർക്കേഴ്സ് ആർ ഒബ്സർവ്ഡ്. ഇവിടെ നമുക്ക് ഇങ്ങനെ അനലിറ്റിക്കൽ എസ്റ്റിമേഷനിലെ ലോങ് ടൈപ്പ് ജോബുകളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് റിപ്പീറ്റേറ്റീവ് വർക്കുകളാണ് അനലിറ്റിക്കൽ എസ്റ്റിമേഷനിൽ ഉപയോഗിക്കുന്നത്. പ്രീഡിറ്റർമിൻഡ് മോഷൻ ട്രെയിനിങ് സിസ്റ്റത്തിലൂടെ മുൻകൂട്ടി ഡിറ്റർമിൻ ചെയ്ത് എംപ്ലോയീസിൻ്റെ മൂമെൻറ്റ്സ് പോലും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ടെക്നിക്സാണ് ഇത് പ്രീഡിറ്റർമിൻഡ് മോഷൻ ട്രെയിനിങ് സിസ്റ്റം എന്ന് പറയുന്നത് അത്തരത്തിൽ ഉപയോഗിക്കുന്നതാണ്. ടൈം സ്റ്റഡി എന്ന് പറയുന്നത് അണ്ടർ ദി ടൈം സ്റ്റഡീസ് ടെക്നിക്സിൽ എങ്ങനെയാണ്, സ്റ്റോപ്പ് വാച്ച്, ആൻഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദി ഷോർട്ട് സൈക്കിൾ ആൻഡ് റിപ്പീറ്റേറ്റീവ് വർക്ക്. കണ്ടോ, ഇവിടെ ടൈം സ്റ്റഡി എന്ന് പറയുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ദെൻ ഇറ്റ് ഈസ് യൂസ് സ്റ്റോപ്പ് വാച്ച്. എന്താ ഉപയോഗിക്കുന്നത്? സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് സൈക്കിൾസും അതുപോലെ തന്നെ അതായത് കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാവുന്ന ജോലികൾ മാത്രമാണ്, എന്നാൽ അത് റിപ്പീറ്റേറ്റീവായിട്ട് ജോലികൾ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സാണ് ഇത് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. Then fourth one is work sampling. Work sampling is based on the law of probability. സാധ്യതാ പഠനം, law of probability ഉപയോഗിച്ചിട്ടാണ്. Here workers are observed of many time at a random. കണ്ടോ, പലതരത്തിൽ ഹിയർ വർക്കേഴ്സ് ആർ ഒബ്സർവ്ഡ് മെനി ടൈം അറ്റ് എ റാൻഡം. വർക്കേഴ്സിനെ റാൻഡംലി സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, വർക്ക് സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറയുക. ദെൻ ലാസ്റ്റ് വൺ, that is models here, models past based performance models, it is computer aided models ആണ്. അപ്പോൾ ഇത് നിങ്ങളൊരു ഏത് ക്വസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ഒരു എസ് എ ക്വസ്റ്റിനോ ഷോർട്ട് എസ് ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഫോർ വർക്ക് മെഷർമെൻറ്റ്? 5 ടെക്നിക്സ് ഓർമ്മയിൽ വയ്ക്കുക. ഏതൊക്കെയാണ്? ദെൻ ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ, സെക്കൻഡ് വൺ ഈസ് PMTS, and third one is time study, and fourth one is work sampling, and fifth one is models. These are the various techniques used for work measurement. അപ്പോൾ ഇത്രയും എല്ലാവരും വളരെ നന്നായിട്ട് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ പീരീഡിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.